നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിത ദുഃഖങ്ങളും പ്രാരാബ്ദങ്ങളും ഒത്തിരിയുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എത്രയും വേഗം ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അതെപ്പോഴായിരിക്കും എന്നൊക്കെ ആശങ്കയിൽ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഒന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കാൻ കഴിയുമോ എന്നുള്ള വ്യാകുലതയുള്ള വ്യക്തി. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങൾക്കുമൊക്കെ ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ഇന്നത്തെ തൊടുകുറി ഫലത്തിലൂടെ നിങ്ങൾക്ക് മുന്നിലോട്ട് പറയുവാനായിട്ട് പോകുന്നത്. ഇന്ന് തൊടുകുറി ഫലം തിരഞ്ഞെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് 2 ഇലകളുടെ ചിത്രമാണ്. ഒന്നാമത്തേത് തുളസിയിലയും രണ്ടാമത്തേത് ആലിലയുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ എന്ത് തരം പ്രയാസമാണോ അല്ലെങ്കിൽ എന്ത് തരം ഭാരമാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മോചനം നേടുവാനായിട്ട് സാധിക്കും. അപ്രകാരം ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ തുളസിയിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ച് ജീവിതത്തോട് പൊരുതി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസമുണ്ട്, ഈശ്വരാധീനമുണ്ട്. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ജീവിക്കുന്ന ഓരോ നിമിഷവും ഈശ്വര അനുഗ്രഹത്തോടെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചെറുതും വലുതുമായ പ്രയാസങ്ങളും ജീവിതത്തിലെ പല വേദനിക്കുന്ന അനുഭവങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതും വലുതുമായ ധാരാളം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ആരെയും പ്രയാസപ്പെടുത്താനോ ആരെയും വേദനിപ്പിക്കാനോ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. പക്ഷേ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെറുതും വലുതുമായ ഓരോ പ്രയാസങ്ങൾ കടന്നു വരികയാണ്. ആരോടാണ് ഒരാൾ സമാധാനമായി സംസാരിക്കേണ്ടത്, എന്നാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ തീരുക എന്നൊക്കെ ഓർത്ത് ധാരാളം വിഷമിക്കുന്ന വ്യക്തികൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ നല്ലൊരു തുടക്കം കുറിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. പലപ്പോഴും പലരും പ്രയാസപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. സ്വന്തം മക്കളോ മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ ഒന്നും തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളെയോ കഷ്ടങ്ങളെയോ കടഭാരങ്ങളെയോ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് വളരെയധികം നിരാശ അനുഭവിക്കുന്ന വ്യക്തികളാണ്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പരാതികളും പരിഭവങ്ങളും കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. വരുന്ന ഒരു 60 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിത്തുടങ്ങും. അതുപോലെ തന്നെ ധാരാളം കടഭാരത്തിൻ്റെ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു മോചനം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഭാരപ്പെടുന്ന നിമിഷമൊക്കെ ഉണ്ടല്ലോ, അതിൽ തീർച്ചയായിട്ടും ഈശ്വരനോടൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഈശ്വരന് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും പല പരീക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട്, പല വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ ഈശ്വരനോട് പറയുക. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഈശ്വരൻ ഒരുക്കി വച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള ഭാരവും പ്രയാസവും ഒന്നും നിങ്ങൾ കടക്കിടേണ്ട. സകലവിധ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 60 ദിവസം ക്ഷമാപൂർവം കാത്തിരിക്കുക. ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ തുളസിയില തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഇനി രണ്ടാമത്തെ ചിത്രമായ ആലില തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ്. ഈശ്വര ശക്തികളിൽ ഏറ്റവും അധികം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ശക്തി ശിവശക്തി തന്നെയാകുന്നു. അതായത് ശിവഭഗവാന്റെ അനുഗ്രഹം.
നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തരം പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആദ്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശ്വര സഹായം എന്ന് പറയുന്നത് ഒട്ടുമിക്ക പേരും ശിവഭഗവാനായിരിക്കാം. ആ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തരാകുന്നു നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അതിലും വേഗത്തിൽ ദേഷ്യം ശമിക്കുകയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പലപ്പോഴും വെല്ലുവിളികളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ഉപജീവനത്തിൽ അനുഭവിക്കുന്ന വെല്ലുവിളികളാണ്. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നറിയാതെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ. കഴിവിന്റെ പരമാവധി നിങ്ങളെക്കൊണ്ട് കഴിയുന്നതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന തൊഴിലായാലും ഏറ്റെടുക്കുന്ന പ്രവൃത്തികളായാലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ എപ്പോഴും അതിനെതിരെ നിങ്ങൾ ഏൽക്കുന്ന കുത്തുവാക്കുകളും അപമാനങ്ങളും ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഏൽക്കുന്ന ചില വാക്കുകളൊക്കെ നിങ്ങളെ വളരെ രീതിയിൽ പ്രയാസകരമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ളൊരു മോചനമായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും വേഗം ഉയർച്ചയുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടും കഠിനമായ അധ്വാനത്തിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. അതിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു വിജയം കണ്ടെത്തുവാനായിട്ട് കഴിയും. പല വ്യക്തികളും നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങൾ പറഞ്ഞ് നിങ്ങളെ കുത്തുവാക്കുകൾ ഏൽപ്പിച്ച് അതുപോലെ നോവിപ്പിക്കുന്ന അവസരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്നും പതറരുത്. കാരണം ഈശ്വര വിശ്വാസം, ഈശ്വര സ്നേഹം എന്ന ഒരു മഹാശക്തി നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ ഒരു പാഴ്ജീവിതമായി കണക്കാക്കരുത്. അങ്ങനെ കണക്കാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വെല്ലുവിളികൾ വരുന്ന നാളുകളിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ സന്ദർഭങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നേടുവാനും പല വ്യക്തികളെയും തിരിച്ചറിഞ്ഞ് പെരുമാറുവാനും ഒക്കെ ജീവിതം നിങ്ങളെ സഹായിക്കട്ടെ. ഒത്തിരി നന്മകളാണ് സർവേശ്വരന്റെ അനുഗ്രഹത്താൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുവാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും വ്യക്തികളെ കൈകാര്യം ചെയ്യുന്ന രീതികളൊക്കെ മനസ്സിലൊന്ന് സൂക്ഷിച്ചു വെക്കുക. വരുന്ന ജീവിതങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കരുതലോടുകൂടി ജീവിക്കുക. സകലവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ വരുന്ന 73 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രയാസങ്ങൾക്കൊക്കെ ഒരു ശമനം ലഭിക്കും. ഉപജീവനത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളൊക്കെ മാറും. ജീവിതത്തിൽ ഒരല്പമെങ്കിലും ഉയർച്ച സ്വന്തമാക്കുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.